Hi students, welcome to Manorama Horizon. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ലൈക്ക് ഇതൊരു ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, പെർക്കുഷൻ ഇൻസ്ട്രുമെന്റ് ആണ്, ചെണ്ടയാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇതിനകത്ത് എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ കോല് വെച്ചിട്ട് ആ ഡയഫ്രം, മുകളിലിരിക്കുന്ന ഒരു ഡയഫ്രം, ആ ഡയഫ്രത്തിൽ നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രം വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ്, റൈറ്റ്? സോ ആ വൈബ്രേഷൻ എന്ത് ചെയ്യും? ചുറ്റുള്ള എയർ മോളിക്യൂൾസിൽ ആ വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. ആ വൈബ്രേഷൻ, ആ എയർ മോളിക്യൂൾസിലെ വൈബ്രേഷൻ നമ്മുടെ കാതിലെത്തും അല്ലെങ്കിൽ നമ്മുടെ ഇയറിലെത്തും. സോ ദാറ്റ് അവർ ബ്രെയിൻ വിൽ സെൻസ് എ പർട്ടിക്കുലർ സൗണ്ട്. ഓക്കെ, സോ ഈ ഇപ്പൊ കാണിച്ചേക്കുന്ന ഇതെന്ന് പറയുന്നത് ലൈക്ക് ദിസ് ഈസ് എ സോഴ്സ് ഓഫ് സൗണ്ട് അല്ലേ? നിങ്ങളപ്പോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് സോഴ്സ് ഓഫ് സൗണ്ട് എന്താന്നുള്ളതും ഹൗ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് എന്നുള്ളതും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് സൗണ്ട് എങ്ങനെയാണ് ഓരോ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു സോഴ്സ് ഓഫ് സൗണ്ടിൽ നിന്നും പ്രൊഡ്യൂസ് ആവുന്ന സൗണ്ട് നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിൻലി നോക്കാൻ പോകുന്നത്. സോ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്, എങ്ങനെയാണ് സൗണ്ട്, ഹൗ ഡസ് സൗണ്ട് ട്രാവൽ? നമുക്കറിയാം, ലൈക്ക് നമുക്ക് വെളിച്ചം കിട്ടുന്നത് എവിടെ നിന്നാ? ലൈക്ക് വി ഗെറ്റ് ലൈറ്റ് ഫ്രം സൺ, റൈറ്റ്? സണ്ണിൽ നിന്നുമാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അതേസമയം സൗണ്ട്, ലൈക്ക് ഹൗ ഡസ് സൗണ്ട് ട്രാവൽ? സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ആൻഡ് ലൈറ്റ് എങ്ങനെയാണ് സ്പേസ് വഴി ട്രാവൽ ചെയ്ത് നമ്മുടെ അടുത്തോട്ട് എത്തുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്കറിയാം സൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ജയന്റ് സ്റ്റാർ, ഒരു വലിയ സ്റ്റാർ ആണ് സൺ. അപ്പൊ സണ്ണിനകത്ത് ഓബ്വിയസ്ലി ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് സൺ എപ്പോഴും എന്ത് ലൈക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് പ്രൊവൈഡിങ് എസ് ടൺസ് ഓഫ് എനർജി അല്ലേ? സോ സൗണ്ട്, ആ സൺ, ലൈക്ക് നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുന്നു, സോ ഹീറ്റ് ഈസ് റിലീസ്, സോ സം ഫോം ഓഫ് സൗണ്ട് ഷുഡ് ബി പ്രൊഡ്യൂസ് അല്ലേ? അപ്പൊ അവിടെയും ഒരു ഫോം ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നില്ല, ലൈക്ക് സണ്ണിന്റെ ഒരു കൈൻഡ് ഓഫ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്താ? സൗണ്ട്, അവിടെ ഉണ്ടാവുന്ന സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ഇല്ല. നമുക്കറിയാം സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് വാക്വം. സ്പേസ് ഈസ് എയർ എന്ന് പറയുന്ന ഒരു മീഡിയം സ്പേസിലില്ല, സ്പേസ് ഈസ് വാക്വം. സോ അവിടെ ഉണ്ടാവുന്ന, അതായത് സണ്ണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന് എർത്തിലോട്ട് എത്താൻ ഒരു മാർഗമില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൗണ്ട് ട്രാവൽ ചെയ്യണം, ലൈറ്റ് പോലെ അല്ല. ലൈറ്റിന് വാക്കത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് എത്തുന്നത്. പക്ഷേ സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ സം സോർട്ട് ഓഫ് മീഡിയം, എന്തെങ്കിലും ഒരു ഫോം ഓഫ് മീഡിയം ഷുഡ് ബി ദെയർ. സോ മീഡിയം ഷുഡ് ബി ദെയർ ടു ട്രാവൽ ഫോർ സൗണ്ട് വേവ്സ് അല്ലേ? ഏതെങ്കിലും ഒരു ഫോം ഓഫ് മീഡിയം, സോളിഡ് മീഡിയം ആവാം, ലിക്വിഡ് മീഡിയം ആവാം, ഓർ ഈവൻ ഗേഷ്യസ് മീഡിയം ആവാം. സോ സം ഫോം ഓഫ് മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? സൗണ്ടിന് പ്രൊപ്പഗേഷൻ സാധ്യമാവുകയുള്ളൂ. സോ എ മീഡിയം ഈസ് നെസസറി ഫോർ സൗണ്ട് വേവ് ടു ട്രാവൽ. ഈ മീഡിയം എന്ത് മീഡിയം വേണമെങ്കിലും ആവാം. ലെറ്റ് us say ലൈക്ക് സോളിഡ് മീഡിയം ആവാം, ഇറ്റ് ക്യാൻ ബി സോളിഡ്, ഇറ്റ് ക്യാൻ ബി എ ലിക്വിഡ് മീഡിയം, വെള്ളത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യും, ഓർ ഇറ്റ് ക്യാൻ ബി എ ഗേഷ്യസ് മീഡിയം. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ലൈക്ക് അടുത്തിരിക്കുന്ന ഒരാൾക്ക് കേൾക്കുന്നത് എയറിലൂടെ സൗണ്ട് വേവ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, ലൈക്ക് ഗേഷ്യസ് മീഡിയത്തിലൂടെ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മീഡിയം ഇല്ലാതെ സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്പേസിൽ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ വി കനോട്ട് ഹിയർ. സോ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 ആസ്ട്രോനോട്ട്സ് ആണ്. സോ ഈ 2 ആസ്ട്രോനോട്ട്സ് സംസാരിക്കുന്നവർ കേൾക്കുന്നത് ദേ യൂസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ഒരു റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഫോണിക് സിഗ്നൽ പോലെയുള്ള ഒരു റേഡിയോ സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് പറഞ്ഞ എന്തായാലും കേൾക്കാൻ പറ്റത്തില്ല, കാരണം സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ഇല്ല അവിടെ. സോ സൗണ്ട് നോട്ട് ജസ്റ്റ് ട്രാവൽ ത്രൂ എയർ ബട്ട് ഓൾസോ ത്രൂ അനദർ മീഡിയം. സൗണ്ട് ഇപ്പൊ നമ്മൾ നോർമലി നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന മീഡിയം ഏതാണ്? എയർ. നമ്മുടെ ചുറ്റുമുള്ള എയറിലൂടെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഡിഫറെന്റ് മീഡിയത്തിലൂടെ സൗണ്ട് ട്രാവൽ പോസിബിൾ ആണ്. സോ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം ത്രൂ വിച്ച് സൗണ്ട് ഈസ് ട്രാവലിംഗ്. അപ്പോൾ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏത് മീഡിയത്തിലൂടെയാണോ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ടിന് ഒരു മീഡിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സൗണ്ട് പ്രൊപ്പഗേറ്റ് ആവത്തുള്ളൂ. സോ സൗണ്ട് പ്രൊപ്പഗേറ്റ് ആവുന്നത് എങ്ങനെയാണ്? സൗണ്ട് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ഫോം ഓഫ് വേവ് ആണ്. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു മെക്കാനിക്കൽ ഫോം ഓഫ് വേവ് ആണ്. അതൊരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യും. സോ നമുക്കിപ്പോ 3 ഡിഫറെന്റ് മീഡിയം, സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എടുത്താൽ 3 ലിക്വിഡ് മീഡിയത്തിലും ഉള്ള 3 ഡിഫറെന്റ് മീഡിയത്തിലുമുള്ള സൗണ്ടിന്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം. സ്പീഡ് ഓഫ് സൗണ്ടിന് ഇവിടെ ഒരു റിലേഷൻ കാണിച്ചിട്ടുണ്ട്. സ്പീഡ് ഇൻ സോളിഡ്
ഈസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഇൻ ലിക്വിഡ് ആൻഡ് സ്പീഡ് ഇൻ ഗ്യാസസ്. അതായത് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഓരോ മീഡിയത്തിനും ഡിഫറെന്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? ത്രൂ ലൈക്ക് ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ എന്തുകൊണ്ടായിരിക്കും സോളിഡിൽ സൗണ്ട് കൂടുതൽ വേഗത്തിൽ ട്രാവൽ ചെയ്യുന്നത്? നമുക്ക് സോളിഡിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാം അല്ലേ? സോളിഡ് മോളിക്യൂൾസിന്റെ ഒരു പ്രത്യേകത എന്താ? സോളിഡ് മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ് ടു ഈച്ച് അതർ. വളരെ അടുത്തടുത്താണ് എന്ത് മോളിക്യൂൾസ് പാക്ക് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് ലൈക്ക് ഡെൻസ്ലി പാക്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സോളിഡിലൂടെ ഒരു സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ മോളിക്യൂൾസ് അടുത്തടുത്തുള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഈസിലി ട്രാവൽ ചെയ്യാൻ പറ്റും, കൂടുതൽ വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മോളിക്യൂൾസ് അടുത്തടുത്തായതുകൊണ്ട് വേവ് ട്രാൻസ്മിഷൻ വളരെ ഈസി ആയിട്ട് നടക്കും. അതുകൊണ്ടാണ് എന്ത്, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ്സ് ഹയർ ആവുന്നത്. സിമിലർലി ലിക്വിഡിന്റെ കേസ് എടുക്കുമ്പോൾ എന്താ, ലിക്വിഡിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മോളിക്യൂൾസ് ആർ ലിറ്റിൽ ബിറ്റ് ഫാർ അപ്പാർട്ട് അല്ലേ? സോളിഡ്സിന്റെ അത്രയും ലൈക്ക് ഡെൻസ് അല്ല, ഓർ ടൈറ്റ്ലി പാക്ഡ് അല്ല, ലൂസ്ലി പാക്ഡ് ആണ്, ലിറ്റിൽ ബിറ്റ് ഫാർ അപ്പാർട്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യാൻ ഒരു മോളിക്യൂളിൽ നിന്നും മറ്റൊരു മോളിക്യൂളിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കും ട്രാവൽ ചെയ്ത്. സോ അതുകൊണ്ട് സ്പീഡ് ഇൻ സൗണ്ട് ത്രൂ ലിക്വിഡ്സ് എന്ന് പറയുന്നത് സോളിഡിനേക്കാളും കുറവായിരിക്കും. ഏറ്റവും കുറവ് സ്പീഡ് ഏതിലാണ്? ഗേഷ്യസ് മീഡിയത്തിലാണ്, അല്ലെങ്കിൽ ഗ്യാസസിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് സൗണ്ട് വേവ്സ് ഏറ്റവും സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്നത്. കാരണം മോളിക്യൂൾസ്, ഗ്യാസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഗ്യാസസിൽ മോളിക്യൂൾസ് ആർ വെരി ഫാർ അപ്പാർട്ട് അല്ലേ? റാൻഡം ആയിട്ട് വളരെ ദൂരത്തിലൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് മോളിക്യൂൾസ് ഓർ ആറ്റംസ്. സോ അവിടെ വേവ്സ് ട്രാവൽ ചെയ്യുന്ന പോകുന്നതിന്റെ സമയം വളരെ കൂടുതലാണ്. കാരണം മീഡിയം അല്ലെങ്കിൽ ലൈക്ക് മോളിക്യൂൾസ് ആർ നോട്ട് വെരി ടൈറ്റ്ലി പാക്ഡ് അല്ലേ? സോ സ്പീഡ് ഇൻ ഗ്യാസസ് ആണ് ഏറ്റവും കുറവ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇപ്പൊ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം വേണമെന്ന് പറഞ്ഞു. ആൻഡ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് ഫ്രം എ സോഴ്സ് അല്ലേ? ഒരു സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ട്രാവൽസ് ത്രൂ എ മീഡിയം, ഒരു മീഡിയം വഴി സൗണ്ട് ട്രാവൽ ചെയ്യുന്നു. ആൻഡ് എവിടെ എത്തുന്നു? ലൈക്ക് നമ്മുടെ സെൻസ് ഓർഗനായ ഇയറിൽ എത്തുന്നു. സോ അങ്ങനെയാണ് എന്ത്, നമുക്കൊരു സൗണ്ട് പെർസീവ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സോ ഹൗ ഡു വി സെൻസ് സൗണ്ട്? നമ്മൾ സൗണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസറി ഓർഗൻ ആണ് എന്ത്, ഇയർ എന്ന് പറയുന്നത്. സോ ഇയർ, ചെവിയിൽ നമ്മുടെ സൗണ്ട് വേവ്സ് ചെവിയിൽ എത്തുമ്പോഴാണ് എന്ത്, നമുക്ക് സൗണ്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. സോ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? സോ അതിന് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇയറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും വാട്ട് ആർ ദ പാർട്സ് ഓഫ് ഇയറിന്റെ പാർട്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഇയറിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഈ കാണിച്ചേക്കുന്നത്. സോ ഔട്ടർ ഇയർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഔട്ടർ ഇയറിൽ ലൈക്ക് ദർ ആർ സം മസിൽസ് ഓവർ ഔട്ടർ ഇയർ. സോ ദിസ് ഈസ്, ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ടർ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഈ ഓഡിറ്ററി കനാൽ വരെയുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഔട്ടർ ഇയർ. ഓക്കെ, സോ ഇതിനകത്ത് മെയിൻലി പിന്നാന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി, അതാണ് നമുക്ക് ആ ഇയറിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇയറിന്റെ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ആൻഡ് അതൊരു കപ്പ് ലൈക്ക് ഫിഗർ ആണ് അല്ലേ? സോ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ്സിന് ഈസിലി അതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഫണൽ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഫിഗർ ആയതുകൊണ്ട് ഈസിലി വേവ്സ് ക്യാൻ എൻ്റർ ഇൻസൈഡ് അവർ ഇയർ. ഓക്കെ, ദെൻ ഓഡിറ്ററി കനാൽ ഉണ്ട്, അതായത് ഒരു പാസേജ് ഉണ്ട്. അതായത് വേവ്സ്, സൗണ്ട് വേവ്സിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസേജ് ഈസ് ദെയർ. ഇതിലൂടെയാണ് എന്ത്, സൗണ്ട് വേവ്സ് പാസ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഔട്ടർ പാർട്ട് ഓഫ് ഇയർ എന്താണുള്ളത്? വൺ ഓഫ് ദ മെയിൻ പാർട്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ പാർട്ട് ഓഫ് അവർ ഇയർ എന്ന് പറയാവുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവാണ് ഇയർ ഡ്രം എന്ന് പറയുന്നത്. സോ ഇയർ ഡ്രം എന്ന് പറയുന്നത് എന്താണ്? ഇയർ ഡ്രം ഈസ് വൺ ഓഫ് ദ മെയിൻ പാർട്സ് ഓഫ് അവർ ഓർഗൻ. ലൈക്ക് അതൊരു ഓർഗൻ ആണ്, മെയിൻ പാർട്ടാണ്. സോ സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് എന്താണ്, ഈ ഓഡിറ്ററി കനാൽ വഴി ഇയർ ഡ്രമ്മിൽ വന്ന് തട്ടുന്നുണ്ട്. സോ ഇയർ ഡ്രം എന്ന് പറയുന്നത് ഒരു ഡയഫ്രം പോലത്തെ ഒരു സ്ട്രക്ചർ ആണ്. നമുക്ക് ഇപ്പൊ ചെണ്ടയുടെ മുകളിലുള്ള ഒരു ഡയഫ്രം അറിയാലോ. ഇറ്റ്സ് ലൈക്ക് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ക്ലോത്തിനെ നമ്മൾ വലിച്ചു വെച്ചേക്കുന്ന ഒരു സ്ട്രക്ചറാണ് ആ ഒരു ഡയഫ്രത്തിനുള്ളത്. സോ അതിൽ നമ്മൾ എന്ത്, സ്റ്റിക്ക് അല്ലെങ്കിൽ കോല് വെച്ച് അടിക്കുമ്പോൾ ആ ഡയഫ്രം, ആ മുകളിലിരിക്കുന്ന ഡയഫ്രം നമുക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. സോ ഇയർ ഡ്രം ഈസ് സിമിലർ ടു ദാറ്റ്. ഇയർ ഡ്രം എന്ന് പറയുന്നത് ഒരു ഡയഫ്രം ആണ്, ലൈക്ക് ഒരു ഡയഫ്രം പോലെ ഇരിക്കുന്ന ഒരു ബോഡി ഓർഗൻ ആണ്. ഓക്കെ, സോ അതിനകത്ത് എന്താണ്, അതിനകത്ത് സൗണ്ട് വേവ്സ് വന്ന് തട്ടുമ്പോൾ ആ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. ഇയർ ഡ്രം എന്ത് ചെയ്യും, സൗണ്ട് വേവ്സ് തട്ടുന്നതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. സോ ഇയർ ഡ്രം ഈസ് കണക്റ്റഡ് ടു ഡിഫറെന്റ് സെറ്റ് ഓഫ് മസിൽ. സോ ഇതാണ് മിഡിൽ പാർട്ട് ഓഫ് ദ ഇയർ, മിഡ് പാർട്ട് ഓഫ് ദ ഇയർ എന്ന് പറയാൻ. സോ ഇയർ ഡ്രമ്മിന് പിറകിലായിട്ട് ഒരുപാട് മസിൽസ് ഉണ്ട്, വിച്ച് ആർ കോൾഡ് ആസ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. സോ ഈ 3 മസിൽസിനും ആ വൈബ്രേഷൻ ക്യാരി ചെയ്യും. ആൻഡ് ദെൻ ആ വൈബ്രേഷൻ, ആ മസിൽസിന്റെ അറ്റത്തായിട്ട് കൊക്ലിയ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്.
സോ ഈ ഓർഗനിലാണ് എന്ത് വൈബ്രേഷൻ റിസീവ് ചെയ്തിട്ട് അവർ അലർട്ട് കൊടുക്കും. നമുക്ക് ബ്രെയിനിന് അലർട്ട് കൊടുക്കുന്ന ഒരു ഓർഗനാണ് കൊക്ലിയ എന്ന് പറയുന്നത്. അതായത് വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഇന്നൊരു വേവ് ലെങ്ത്തിലോ ഇന്നൊരു ഫ്രീക്വൻസിയിലോ ഒരു സൗണ്ട് വന്ന് ഇയർ ഡ്രമ്മിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇയർ ഡ്രം ഹാസ് വൈബ്രേറ്റഡ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ലൈക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സൗണ്ട് വേവ്സ് ഫസ്റ്റ് റീച്ചിങ് ദി ഔട്ടർ ഇയർ പാസ് ത്രൂ ദി ഓഡിറ്ററി കനാൽ ആൻഡ് സ്ട്രൈക്സ് ദ ഇയർ ഡ്രം. ഇയർ ഡ്രമ്മിൽ വന്ന് അടിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സൗണ്ട് വേവ്സ് നമ്മുടെ ഈ ഓഡിറ്ററി കനാൽ വഴി പാസ് ചെയ്ത് ഇയർ ഡ്രമ്മിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. സോ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ സൗണ്ട് വേവ്സ് മേക്സ് ദ ഇയർ ഡ്രം വൈബ്രേറ്റ്. Then the vibration of eardrum causes a set of bonds to vibrate. അപ്പോൾ ഇയർ ഡ്രമ്മിന് പിറകിലുള്ള ഒരു സെറ്റ് നമ്പർ ഓഫ് ബോൺസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 സെറ്റ് നമ്പർ ഓഫ് ബോൺസ് ആർ ദർ കോൾഡ് ആസ് മാലിയസ്, ഇൻകസ്റ്റ് ആൻഡ് സ്റ്റേപ്പീസ്. സോ ആ ബോൺസിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആ വൈബ്രേഷൻ ഇൻ ദ ബോൺസ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു എങ്ങോട്ട്? കോക്ലിയ എന്ന് പറയുന്ന ഒരു ഓർഗനിലോട്ട് ആ വൈബ്രേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ്. ഓക്കെ, സോ കോക്ലിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ റിസീവർ ഓർഗൻ. സോ ദ വൈബ്രേഷൻ ഇൻ കോക്ലിയ സ്പ്രെഡ്സ് ടു ദ കോക്ലിയർ ഫ്ലൂയിഡ് കോൾഡ് എൻഡോലിം. സോ ഈ കോക്ലിയക്കകത്ത് there is a fluid, ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു കോക്ലിയർ ഫ്ലൂയിഡ് ഉണ്ട് കോൾഡ് ആസ് എൻഡോലിംഫ്. എൻഡോലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. സോ ആ ഫ്ലൂയിഡിലോട്ട് എന്താണ് ആ വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, എൻഡോലിംഫ്. സോ ആ ഫ്ലൂയിഡിലോട്ട് വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ സൗണ്ട് വേവിന്റെ വൈബ്രേഷൻ ഇസ് ട്രാൻസ്മിറ്റഡ് ടു ദാറ്റ് കോക്ലിയർ ഫ്ലൂയിഡ് കോൾഡ് ആസ് എൻഡോലിംഫ്. ആ എൻഡോലിംഫിന് അറ്റത്തായിട്ട് nerve cells are stimulated due to vibrations of cochlea and impulses are formed. സോ ഈ കോക്ലിയയിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ, അതായത് സൗണ്ട് വേവ്സ് നമ്മൾ ഇയർ ഡ്രമ്മിൽ ഹിറ്റ് ചെയ്യും ആൻഡ് ഇയർ ഡ്രം വിൽ എന്താണ് ആ ഇയർ ഡ്രമ്മിന്റെ വൈബ്രേഷൻ കാരണം ഒരു സെറ്റ് നമ്പർ ഓഫ് ബോൺസ് വൈബ്രേറ്റ് ചെയ്യും. ആ ബോൺസിന്റെ വൈബ്രേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എങ്ങോട്ട്? കോക്ലിയയിലോട്ട് സ്പ്രെഡ് ചെയ്യും ഓർ ട്രാൻസ്മിറ്റഡ് ടു കോക്ലിയ. ആ വൈബ്രേഷൻ കോക്ലിയയിൽ നമുക്ക് നെർവ് സെൽസ് ഉണ്ട് which are receptors. Okay, so our nerve cells get stimulated and എന്താണ് impulses form, electric impulses form ചെയ്യും. So ആ electric impulse will travel through our nerve and then reaches the brain. When the impulse reach the brain through the nerves, we can sense sound. So അങ്ങനെയാണ് നമ്മൾ സൗണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ എന്തിന്റെയൊക്കെ ആക്ഷൻ നടക്കുന്നുണ്ട്? മസ്കുലർ ലൈക്ക് മസിൽസിന്റെ ആക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ കോക്ലിയ ഉണ്ട്, ആൻഡ് ഓൾസോ നെർവ് കനാൽ ആൻഡ് നെർവ് സെൽസ്. സോ നെർവ് സെൽസും നെർവുംന്റെയും ആക്ഷൻ നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ സെൻസ് എ സൗണ്ട് അല്ലേ. സോ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൗണ്ട് ആണ് എന്നുള്ളത്? എങ്ങനെയാണ് ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റുന്നത്? അത് ഒന്ന് ഡിഫറെന്റ് അല്ലെ, ഓരോ സോഴ്സും അല്ലെങ്കിൽ ഓരോ സോഴ്സസ് ഓഫ് സൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡിഫറെന്റ് സോഴ്സസ് പ്രൊഡ്യൂസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സൗണ്ട്. അതായത് എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്? മെയിൻലി എന്തിലുള്ള ഡിഫറൻസ് ആണ്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷനുള്ള ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ്, സൗണ്ട് വേവ്സ്, മെക്കാനിക്കൽ വേവ്സ് ആണെന്ന് അറിയാം. സോ ആ വേവ്സിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് വരാം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവിൽ ഡിഫറൻസ് വരാം, ഓക്കെ, വേവ് ലെങ്ത്തിൽ ഡിഫറൻസ് വരാം. സോ ഓരോ ഡിഫറെന്റ് സൗണ്ട് സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന് സൗണ്ട് വേവ്സ് ഹാവ് ഡിഫറെന്റ് ലൈക്ക് ഫ്രീക്വൻസി, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അത് കാരണം ഇപ്പൊ നമ്മുടെ ഇയറിലൂടെ വന്ന് ഓഡിറ്ററി കനാലിലൂടെ പാസ് ചെയ്യുന്ന വേവ്സ് ഇയർ ഡ്രമ്മിലൊന്ന് തട്ടുമ്പോൾ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. സോ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് വരുന്ന വേവിന്റെ അല്ലെങ്കിൽ വരുന്ന സൗണ്ട് വേവിന്റെ ആംപ്ലിറ്റ്യൂഡോ ഫ്രീക്വൻസി അതിന്റെ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇയർ ഡ്രമ്മിന്റെ വൈബ്രേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് ഇയർ ഡ്രം വിൽ ബി വൈബ്രേറ്റിംഗ് ഡിഫറെന്റ്ലി. ഓരോ സൗണ്ടിനും ഇയർ ഡ്രമ്മിന്റെ വൈബ്രേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് വി ക്യാൻ ഐഡന്റിഫൈ, ഓക്കെ, ഇത് രണ്ട് സൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ അങ്ങനെയാണ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് സൗണ്ട് സെൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ലൈക്ക് ഫോർ ഹ്യൂമൻസ്, നമുക്ക് നോട്ട് ജസ്റ്റ് ഹ്യൂമൻസ്, എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് എല്ലാ കൈൻഡ് ഓഫ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഹ്യൂമൻസിന്റെ ലിമിറ്റ് നമുക്ക് അറിയാം. ഹ്യൂമൻസിന് ലൈക്ക് വി കനോട്ട് ഹിയർ സൗണ്ട് ഓഫ് ഓൾ ഫ്രീക്വൻസി. എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് നമുക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റത്തില്ല. കേൾക്കാൻ പറ്റും, പക്ഷെ നമുക്ക് നമ്മുടെ ബ്രെയിനിനോ അല്ലെങ്കിൽ നമ്മുടെ നെർവ് സെൽസിനോ അത് പെർസീവ് ചെയ്യാനോ അത് ഐഡന്റിഫൈ ചെയ്യാനോ പറ്റില്ല. സോ ഇറ്റ് മീൻസ് ദാറ്റ് വി കനോട്ട് സെൻസ് സൗണ്ട്. ഓക്കെ, നമുക്ക് ആ സൗണ്ടിനെ സെൻസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബ്രെയിനിന്. സോ അതിന് ആ ഒരു ലിമിറ്റ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ബ്രെയിൻ കനോട്ട് പ്രോസസ് ഓൾ കൈൻഡ്സ് ഓഫ് സൗണ്ട്. സോ ദർ ഈസ് എ ലിമിറ്റ് ടു ഓഡിബിലിറ്റി. അതായത് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഫ്രീക്വൻസിക്ക് നമുക്കൊരു ഓഡിബിൾ ലിമിറ്റ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ ഫോർ എവറി ലിവിംഗ് ബീങ് ദർ ഈസ് എ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി വിച്ച് ക്യാൻ ബി ഹേർഡ്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നതിന്റെ ഒരു ഫ്രീക്വൻസി ഡിഫറെന്റ് ലിവിംഗ് ബീങ്സിന് ഡിഫറെന്റ് ആണ്. ഹ്യൂമൻസിന്റെ ഹിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത്, സോ ആ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റിനാണ് നമ്മൾ റേഞ്ച് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇൻ ജനറൽ ഹ്യൂമൻസിന്റെ നോർമൽ ഹിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് അഥവാ 20 കിലോ ഹേർട്സ് ഫ്രീക്വൻസി വരെയുള്ള സൗണ്ടുകളെ കേൾക്കാൻ പറ്റത്തുള്ളൂ. സോ
sound waves having frequency in between these frequency. 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിലുള്ള ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മാത്രമേ എന്ത് ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റുള്ളൂ, ഇൻക്ലൂഡിങ് 20 and 20,000 ആണ് കേട്ടോ. ലൈക്ക് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 21 to like 19,999 അല്ല. ദിസ് ഇൻക്ലൂഡ് നമ്മുടെ ഹിയറിംഗ് റേഞ്ചിൽ 20 ഹേർട്സും 20,000 ഹേർട്സും ഇൻക്ലൂഡഡ് ആണ്, ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ഫ്രീക്വൻസീസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ഡിഫറെന്റ് എനിമൽസിന് ഡിഫറെന്റ് ഫ്രീക്വൻസി. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലൈക്ക് ബാറ്റ്സ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ബാറ്റ്സ് കനോട്ട് സീ, റൈറ്റ്? സോ ദേ യൂസസ് എന്താണ് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയും, അൾട്രാസോണിക് സൗണ്ട് ടു ട്രാവൽ. പക്ഷെ ബാറ്റിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അല്ലേ, കാരണം അതിന്റെ ഫ്രീക്വൻസി ഇസ് മോർ ദാൻ 20,000 ഹേർട്സ്. സോ രണ്ട് ടൈപ്പ്, ഈ ഒരു ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി അല്ലെങ്കിൽ ഹിയറിംഗ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് സൗണ്ട് വേവ്സിനെ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൗണ്ട് വിത്ത് ഫ്രീക്വൻസി ലെസ് ദാൻ 20 ഹേർട്സ്, 20 ഹേർട്സിനേക്കാളും താഴെ ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെ നമ്മൾ എന്ത് പറയും? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. ഓക്കെ, ആൻഡ് സൗണ്ട് വേവ്സ് വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 കിലോ ഹേർട്സ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 20,000 ഹേർട്സ്, 20,000 ഹേർട്സിന് മുകളിലുള്ള സൗണ്ട് വേവ്സിന് നമ്മൾ എന്ത് പറയും? ആർ കോൾഡ് ആസ് അൾട്രാസോണിക് സൗണ്ട്. സോ ഇൻഫ്രാസോണിക് സൗണ്ടിനേക്കാളും നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള വാക്കോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ലൈക്ക് കേട്ടിട്ടുള്ള ടേം എന്ന് പറയുന്നത് എപ്പോഴും അൾട്രാസോണിക് സൗണ്ട് ആയിരിക്കും അല്ലേ. സോ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അൾട്രാസോണിക് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് സോഴ്സസ് ഉണ്ട്. ലൈക്ക് ബാറ്റ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ലിവിങ് ഓർഗാനിസം വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് അൾട്രാസോണിക് സൗണ്ട്. അതുപോലെ തന്നെ വെയിൽസ് അറ്റ് ടൈംസ്, ബ്ലൂ വെയിൽസ് ആൻഡ് ഓൾ അറ്റ് ടൈംസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസസ് അൾട്രാസോണിക് സൗണ്ട്. അതായത് ഫ്രീക്വൻസി മോർ ദാൻ 20,000 ഹേർട്സിലുള്ള സൗണ്ടിനെല്ലാം നമ്മൾ ജനറലി അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത്. സോ ബാറ്റ്സ്, വെയിൽസ് ഒക്കെ അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഡോൾഫിൻസ് ഓൾസോ സംടൈംസ് പ്രൊഡ്യൂസ് അൾട്രാസോണിക് സൗണ്ട്. പക്ഷേ ലൈക്ക് ഓൾ ദി സൗണ്ട്സ് നമുക്ക് അൾട്രാസോണിക് സൗണ്ട് പെർസീവ് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ബാറ്റ് ആണ് മെയിൻ one set of living organism which produces ultrasonic sound and uses ultrasonic sound to navigate. അവർക്ക് പറക്കുന്നത്, അവർക്ക് ലൈക്ക് സൗണ്ട് അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് അതിന്റെ എക്കോ വെച്ചിട്ടാണ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഫൈൻ, അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, സോ ഐ ഹാവ് ടു, എനിക്ക് മാറി പറക്കണം എന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്? ഈ അൾട്രാസോണിക് സൗണ്ടിന്റെ ഒരു ഒബ്ജക്റ്റിൽ ചെന്നിടിച്ചിട്ട് അത് തിരിച്ചു വരുന്ന എക്കോ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ അൾട്രാസോണിക് സൗണ്ട് നമ്മൾ പറഞ്ഞ പോലെ അൾട്രാസോണിക് സൗണ്ട് ആണ് നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ടേം എന്ന് പറയുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് യൂസസ് ഫോർ അൾട്രാസോണിക് സൗണ്ട്. ഈവൻ നമ്മൾ പോലും പല പല ഫീൽഡിൽ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഓഫ് ദി മെയിൻ യൂസേജ് എന്ന് പറയുന്നത് എന്താണ്? സോണർ. സോണർ എന്ന് പറയുന്നത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് സോണർ എന്ന് പറയുന്നത്. സോ സോണർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഷിപ്പിലൊക്കെയാണ് സോണർ യൂസ് ചെയ്യുന്നത്. അതായത് സീ ബെഡിന്റെ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സീ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സോണർ മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി ഒരു ഷിപ്പ് ഉണ്ടാവും, ആൻഡ് ആ ഷിപ്പിൽ ഒരു അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യും? സോണർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അൾട്രാസോണിക് സൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. സോ അൾട്രാസോണിക് സൗണ്ട് വിൽ ട്രാവൽ ത്രൂ വാട്ടർ അല്ലെ, സീ വാട്ടറിലൂടെ ട്രാവൽ ചെയ്തിട്ട് അത് സീ ബെഡ് അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ പോർഷനിൽ വരുന്ന തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിഫ്ലക്ട് അല്ലെ, ആ സൗണ്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. സോ ഒരു റിസീവർ ഉണ്ടാവും, ആ റിസീവർ ക്യാൻ റിസീവ് ചെയ്യാൻ പറ്റും അൾട്രാസോണിക് സൗണ്ടിന്റെ എക്കോ. അതായത് ഒരു പോയിന്റിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്ന അൾട്രാസോണിക് സൗണ്ട് എക്കോ എന്ന് പറയും. സോ എക്കോനെ നമ്മൾ റിസീവ് ചെയ്യും, ആൻഡ് ദെൻ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സീന്റെ ഡെപ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ലൈക്ക് റിലേഷൻ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആക്ച്വലി. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി, ആ അൾട്രാസോണിക് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ. അതായത് തട്ടി തിരിച്ചു വരാൻ എടുത്ത ടൈം വെച്ചിട്ട് അതിന്റെ ഹാഫ് ആയിരിക്കും, T/2 ആയിരിക്കും താഴോട്ട്. അതായത് ഈ വേവ് നമ്മുടെ ഷിപ്പ് അല്ലെങ്കിൽ സീ സർഫസിൽ നിന്നും വേവ് താഴെ വരെ എത്തുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടി തിരിച്ചു വരുന്ന ടൈം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ആ ടൈമിന്റെ ഹാഫ് ആയിരിക്കും ഒരു ഡയറക്ഷനിലോട്ട് പോകുന്ന, ഒരു ഡയറക്ഷനിൽ പോവാൻ വേവ് എടുക്കുന്ന ടൈം. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ സീ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വൺ ഓഫ് ദി മെയിൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് സോണാർ. പിന്നെ അതുപോലെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് അൾട്രാസോണിക് സൗണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലൈക്ക് അൾട്രാസൗണ്ട് സ്കാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട്. സോ പല ടൈപ്പ് ഓഫ് സ്കാനിങ് പർപ്പസിന് നമ്മൾ
അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ എക്കോ കാർഡിയോഗ്രഫി, ECG എടുക്കാൻ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അൾട്രാസോണോഗ്രഫി, അതായത് നോർമൽ സ്കാൻ, നമുക്കിപ്പോൾ ഇന്റേണൽ ഓർഗൻസിന്റെ പിക്ചർ വേണം. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് അൾട്രാസോണിക് സൗണ്ട് വേവ്സിനെ നമ്മുടെ ബോഡിക്കകത്ത് ഒരു പർട്ടിക്കുലർ ഓർഗൻ, ഏത് ഓർഗനാണോ നമുക്ക് പരിശോധിക്കേണ്ടത് ആ ഓർഗനിലോട്ട് നമ്മൾ അൾട്രാസോണിക് സൗണ്ടിനെ കടത്തി വിടുമ്പോൾ തിരിച്ച് എക്കോ നമുക്ക് എന്താ ഓർഗനിൽ തട്ടിയിട്ട് തിരിച്ചു വരും. സോ ആ എക്കോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്റേണൽ ഓർഗന്റെ ഡയഗ്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയഗ്രത്തിനെ നമ്മൾ നോർമലി വിളിക്കുന്ന പേരാണ് സോണോഗ്രാം. അതായത് അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻസിന്റെ ഡയഗ്രത്തിന് നമ്മൾ സോണോഗ്രാംസ് എന്ന് വിളിക്കും. സോ ദിസ് ഈസ് അനദർ ആപ്ലിക്കേഷൻ. അതായത് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് യൂസേജ് ആണ് അൾട്രാസോണിക് സൗണ്ടിനുള്ളത്. ലൈക്ക് ECG എടുക്കാൻ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യാറുണ്ട്, എക്കോ കാർഡിയോഗ്രാഫ്, അതുപോലെ അൾട്രാസോണോഗ്രഫി, അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. സോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, അൾട്രാസോണിക് സൗണ്ടിനെ യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ സം മെയിൻ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക് സൗണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോണാർ എന്ന് പറയുന്ന ഡിവൈസ്. സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അത് ഒബ്സ്റ്റക്കിൾ, അതായത് ഷിപ്പിൽ വാട്ടറിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ അറിയാനും സീന്റെ ഡെപ്ത് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് സോണാർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഡിഫറെന്റ് പർപ്പസ്, ECG, സോണോഗ്രാം, സോ ഡിഫറെന്റ് പർപ്പസിന് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ സൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദെൻ സൗണ്ട് എങ്ങനെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ദെൻ ദർ ഈസ് അനദർ ടേം കോൾഡ് ആസ് നോയ്സ്. ഓക്കെ, സോ നോയ്സും സൗണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മെയിൻലി എന്താണ്, നോയ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ലൈക്ക് എ ഡിസ്റ്റർബൻസ് അല്ലേ, ഒരു അൺപ്ലസന്റ് ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ അധികം ഇമ്പമില്ലാത്തൊരു സൗണ്ട്, അൺപ്ലസന്റ് ഫീൽ തരുന്ന ഒരു കൈൻഡ് ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലി നോയ്സ് എന്ന് പറയുന്നത്. ഒച്ച വെക്കുമ്പോൾ അല്ലെ ബഹളം കേൾക്കുന്നത്, നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ പടത്തിൽ ഒരു തിരക്കുള്ള ജംഗ്ഷനാണ്. സോ ഇവിടെ ഒരുപാട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പീക്കേഴ്സ് ആർ ദർ, വലിയ ലൈക്ക് പണ്ടത്തെ മോഡൽ ലൗഡ് സ്പീക്കേഴ്സ് ഉണ്ട്, ദെൻ വെഹിക്കിൾസ് ആർ മൂവിങ്, 2 വീലർ 4 വീലർ, പിന്നെ ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം കൂടിയിട്ട് എന്താണ്, നമുക്കൊരു അൺപ്ലസന്റ് ഫീൽ ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വി വിൽ ഹാവ് എൻ അൺപ്ലസന്റ് ഫീലിംഗ്. ഒരുപാട് നോയ്സ് ആയിരിക്കും, ഒരുപാട് സൗണ്ട്, പല ഫ്രീക്വൻസിയിലും പല വേവ് ലെങ്ത്തിലുമുള്ള സൗണ്ടുകൾ, പല ഡെസിബലിലുള്ള സൗണ്ടുകൾ നമ്മൾ കേൾക്കും. സോ ഇറ്റ് മേക്സ് നമുക്കൊരു അൺപ്ലസന്റ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ആ അൺപ്ലസന്റ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു അൺപ്ലസന്റ് ഫോം ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ ജനറലി നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോയ്സും സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്ലസന്റ് ടു ഹിയർ, പക്ഷെ നോയ്സ് ഈസ് നോട്ട് അറ്റ് ഓൾ പ്ലസന്റ്. നമുക്ക് നോയ്സ് എന്ന് പറയുന്നത് കേൾക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല അല്ലേ. സോ നോയ്സ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓവർ യൂസേജ് അല്ലെങ്കിൽ സൗണ്ട്, ഈ നോയ്സ് അധികമാവുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് സം പ്രോബ്ലംസ് അല്ലേ. സോ നോയ്സ് അധികമാവുന്ന ഒരു സിനാരിയോനാണ് എന്ത് പറയുന്നത്, നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നോയ്സ് പൊല്യൂഷൻ മെയിൻലി എവിടെയാണ്, ലൈക്ക് സിറ്റീസിലും, അതുപോലെ എന്താണ്, സിറ്റീസിലാണ് മെയിൻലി നോയ്സ് പൊല്യൂഷൻ ഒക്കർ ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. കാരണം ലൈക്ക് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് സൗണ്ട് ഉണ്ട് ആൻഡ് പല ഫ്രീക്വൻസി അല്ലെങ്കിൽ പല ഡെസിബലിലുള്ള സൗണ്ട് ഉണ്ടാവും. സോ അത് വെച്ചിട്ട് എന്താണ്, നമുക്ക് ആ പ്ലസന്റ്നെസ് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഉണ്ടാവുന്ന സുഖം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ മെയിൻലി സിറ്റീസിൽ ഉണ്ടാവുന്നതാണ് നോയ്സ് പൊല്യൂഷൻ. സോ നോയ്സ് പൊല്യൂഷൻ ഒരുപാട് സൈഡ് എഫക്ട്സും ഉണ്ട്. ഓക്കെ, ബേസിക്കലി നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, അതായത് ഒരു മനുഷ്യന് നമ്മൾ നോർമൽ ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന മിനിമം സൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 decibel ആണ്. സോ 1 decibel എന്ന് പറയുന്നത് വളരെ ചെറിയ സൗണ്ട് ആണ്. ഓക്കെ, ഈവൻ നമ്മൾ പതുക്കെ സംസാരിക്കുമ്പോൾ പോലും 1 decibelനേക്കാളും മുകളിലുണ്ട്. സോ ഈ ഡെസിബലിന്റെ കണക്ക്, അതായത് ഓരോ സൗണ്ട് സോഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വെച്ചിട്ട് നമുക്ക് പല പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ അതൊന്ന് നോക്കാം. ലൈക്ക് നമ്മളിപ്പോൾ പതുക്കെ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർമലായിട്ട് സംസാരിക്കുന്ന സൗണ്ടിന് നമുക്ക് ഒരു ഓൾമോസ്റ്റ് അപ് ടു 40 decibels വരെ ഉണ്ട്. സോ അങ്ങനത്തെ സൗണ്ടിന് നമ്മൾ ഫെയിൻറ്റ് സൗണ്ട്സ് എന്ന് പറയും. ഓക്കെ, ഫെയിൻറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്. ദെൻ ലൈക്ക് 50 to 60 decibel, 50 decibel to 60 decibel ലിമിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിനെ നമ്മൾ മോഡറേറ്റ് സൗണ്ട്സ് എന്ന് പറയും, മോഡറേറ്റ് സൗണ്ട്സ്. ഓക്കെ, ആൻഡ് ദെൻ 70 decibel, ലൈക്ക് 70 to 80 decibel അല്ലെങ്കിൽ 70 decibel സൗണ്ട്സിന് നമ്മൾ ദോസ് ആർ കോൾഡ് ആസ് ലൗഡ് സൗണ്ട്സ്. സോ അതിന് എക്സാമ്പിൾ ആണ് ഒരു കാറിന്റെ സൗണ്ട് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ലൗഡ് ആണ്, ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് ഓൾമോസ്റ്റ് 70 decibel ഓഫ് സൗണ്ട്. പിന്നെ അതുപോലെ തന്നെ വാക്യൂം ക്ലീനറിന്റെ സൗണ്ടും ലൗഡ് ആണ്. വാക്യൂം ക്ലീനർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും
ഒരു സൗണ്ട് ഉണ്ട്. സോ അതിന്റെ സൗണ്ടിന്റെ ലൈക്ക് ഡെസിബൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 70 ഡെസിബിൾസ്. ഓക്കെ, അത് ലൗഡ് സൗണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ദെൻ മോർ ദാൻ 70 ലൈക്ക് 80 ഡെസിബിൾ ടു 100 ഡെസിബിൾ എന്ന് പറയുന്നത് 100 ഡെസിബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് വെരി ലൗഡ്. ഇപ്പോ എയർപ്ലെയിൻസ് അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സ്, ഹെയർ ഡ്രയർ, ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയറിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ 80 ഡെസിബിൾ. ഓക്കെ, സോ അങ്ങനെ വരുന്ന സൗണ്ടിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ഹെവി അല്ലെങ്കിൽ വെരി ലൗഡ് സൗണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. ദെൻ എബവ് 100 ഡെസിബിൾ, അതായത് 100 ഡെസിബിളിന് മുകളിലുള്ള എല്ലാ സൗണ്ട്സും 100 ഡെസിബിളിന് മുകളിലുള്ള എല്ലാ സൗണ്ട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എക്സ്ട്രീംലി ലൗഡ് സൗണ്ട്സ് എന്നാണ്. സോ നോയ്സ് പൊല്യൂഷനിൽ ഉണ്ടാവുന്ന സൗണ്ട് സോഴ്സ് മോസ്റ്റ്ലി വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് വെരി ലൗഡ് ടു എക്സ്ട്രീംലി ലൗഡ് കാറ്റഗറിയിലായിരിക്കും നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഈവൻ ലൗഡ് നോയ്സ്, അതായത് 60 ഡെസിബിളിന് മുകളിലുള്ള സൗണ്ടുകൾ പെർസിസ്റ്റന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമുക്ക് അവിടെ പറയാം ലൈക്ക് ദർ ഈസ് നോയ്സ് പൊല്യൂഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, സോ നോയ്സ് പൊല്യൂഷൻ കാരണം ഒരുപാട് ഇഷ്യൂസ്, മെയിൻലി ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ പ്രൊലോങ്ഡ് ടൈം, ഇപ്പോൾ ഒരുപാട് നാളെ നമ്മൾ ഇത്രയും സൗണ്ട് ഫ്രീക്വന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഹിയറിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രൊലോങ്ഡ് ടൈം അല്ലെങ്കിൽ പ്രൊലോങ്ഡ് എക്സ്പോഷർ ഓഫ് ദിസ് മച്ച് സൗണ്ട് ക്യാൻ ക്രിയേറ്റ് ഇഷ്യൂസ് അല്ലേ. ഹിയറിങ്ങിന് മെയിൻലി ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ലൈക്ക് സൗണ്ട് ടി വിയിൽ ഒരുപാട് സൗണ്ട് വെച്ച് കാണരുതെന്ന് പാരന്റ്സ് പറയാറുണ്ട്. അതുപോലെ ഒരുപാട് ടൈം നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഫുൾ വോളിയത്തിൽ നമ്മൾ സൗണ്ട് വെച്ചിട്ട് ഒരുപാട് പ്രൊലോങ്ഡ് ടൈം നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മുടെ ഹിയറിങ്ങിനെ ബാധിക്കും, ലൈക്ക് ഹിയറിംഗ് ഇഷ്യൂസ് വരും. സോ ദാറ്റ് ഈസ് ഓൾസോ ദാറ്റ് ഇറ്റ് സെൽഫും ഒരു ഫോം ഓഫ് നോയ്സ് പൊല്യൂഷൻ ആണ്. ഓക്കെ, ഇവൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ സൗണ്ട് കൂട്ടുമ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ ഒരു വാർണിംഗ് സിഗ്നൽ എപ്പോഴും കാണിക്കുന്നുണ്ട്, ലൈക്ക് ടു മച്ച് ഓഫ് സൗണ്ട് ഫോർ പ്രൊലോങ്ഡ് എക്സ്പോഷർ ഈസ് നോട്ട് ഗുഡ് എന്നുള്ള ഒരു അഡ്വൈസറി വാർണിംഗ് നമ്മുടെ മൊബൈലിൽ തന്നെ കാണിക്കുന്നുണ്ട്. സോ ഇറ്റ് മീൻസ് ദാറ്റ് അതും ഒരു ഫോം ഓഫ് നോയ്സ് പൊല്യൂഷൻ ആണ്. കാരണം നമ്മൾ വോളിയം കൂട്ടുന്തോറും ഡെസിബിൾ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ പ്രൊലോങ്ഡ് ടൈം ഒരുപാട് നേരത്തേക്ക് നമ്മൾ അത് കേൾക്കുകയാണെങ്കിൽ ദാറ്റ് ഓൾസോ ക്രിയേറ്റ് ഇഷ്യൂ ഫോർ അവർ ഇയേഴ്സ്. വാട്ട് കൈൻഡ് ഓഫ് പ്രിവെൻഷൻ വി ക്യാൻ ടേക്ക് ഫോർ നോയ്സ് പൊല്യൂഷൻ? നമുക്ക് ജനറൽ പബ്ലിക്കിന് എടുക്കാൻ പറ്റുന്ന പ്രിവെൻഷൻസ് എന്തൊക്കെയാണ്? സം പ്രിവെൻഷൻസ് ദാറ്റ് വി ക്യാൻ ടേക്ക്, അതായത് നമുക്ക് എല്ലാവർക്കും ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ചില പ്രിവെൻഷൻ എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസസിൽ നോ ഹോങ്കിങ്, അതായത് ഹോൺ അടിക്കാതിരിക്കുക. നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വെഹിക്കിൾസിൽ പോകുമ്പോൾ ഹോണ് പബ്ലിക് പ്ലേസസ്, നോ ഹോങ്കിങ് ഇൻ പബ്ലിക് പ്ലേസസ്, സ്പെഷ്യലി സ്കൂൾ പ്രിമൈസസ്, നമ്മുടെ സ്കൂളിന്റെ പരിസരങ്ങൾ, അതുപോലെ ഹോസ്പിറ്റൽ പരിസരങ്ങൾ, അവിടെയൊക്കെ ഹോൺ നിരോധിച്ചിട്ടുണ്ട്. മിക്ക സ്കൂളിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പരിസരങ്ങളിൽ നോ ഹോങ്കിങ് സോൺ, അതായത് അവിടെ ഹോൺ നിരോധിച്ചിട്ടുണ്ട്. ബിക്കോസ് നോയ്സ് പൊല്യൂഷൻ, നമുക്ക് ഇപ്പൊ നമ്മൾ സ്കൂളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ചുറ്റുന്നും ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ് അല്ലെങ്കിൽ ഹോണും സ്പീക്കറിന്റെ സൗണ്ട് ബഹളമൊക്കെ കേൾക്കണം, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പഠിത്തത്തിൽ. സോ അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ, ഈവൻ പേഷ്യൻസിന് ഇപ്പൊ ഹോസ്പിറ്റൽ സൈഡിലൊക്കെ ഒരുപാട് നോയ്സ് വന്നാൽ അത് പേഷ്യൻസിന് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ നോ ഹോങ്കിങ് ഇൻ പബ്ലിക് പ്ലേസസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓൾസോ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് സൗണ്ട് പ്രൂഫ് സിസ്റ്റം. നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ അറിയാം, ലൈക്ക് സിനിമാ തിയേറ്ററിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ സിനിമാ തിയേറ്ററിനകത്ത് പുറത്തുനിന്നുള്ള സൗണ്ട് കേട്ടാൽ, അതായത് പുറത്തുണ്ടാവുന്ന വെഹിക്കിൾസിന്റെയും വണ്ടിയുടെയും ബഹളങ്ങളൊക്കെ നമുക്ക് അകത്ത് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ആക്ച്വലി സ്ക്രീനിൽ അല്ലെങ്കിൽ സിനിമയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ സിനിമാ തിയേറ്റേഴ്സിനകത്ത് അവർ സൗണ്ട് പ്രൂഫിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ചുമരുകൾ നോക്കി അറിയാൻ പറ്റും. എക്കോ പ്രൂഫിംഗ് ആൻഡ് സൗണ്ട് പ്രൂഫിംഗ്, ലൈക്ക് കുഷൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. ഓക്കെ, യൂസ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൗണ്ട് പ്രൂഫ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ എക്കോയും കുറയ്ക്കാൻ പറ്റും, ഈവൻ സൗണ്ടിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് സൗണ്ട് പൊല്യൂഷനും അതുവഴി കുറയ്ക്കാൻ പറ്റും. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, ലൈക്ക് മ്യൂസിക് ഇപ്പോൾ പല എന്താണ് കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ നടക്കും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കളിക്കുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി അവിടെയൊക്കെ ലൗഡ് സ്പീക്കേഴ്സ് ഉണ്ടാകും. സോ ലൗഡ് സ്പീക്കേഴ്സിന് ഒരു ലിമിറ്റ് വയ്ക്കുക, ലൈക്ക് സെറ്റ് സം ലിമിറ്റ് ഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഷുഡ് ഹാവ് എ ഡിസൈറബിൾ ലിമിറ്റ്. പിന്നെ അതുപോലെ മറ്റൊരു ലൈക്ക് അനദർ മെത്തേഡ് ദാറ്റ് വി ക്യാൻ യൂസ്, നമുക്ക് സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ലൈക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അനദർ മെത്തേഡ് എന്ന് പറയുന്നത് പ്ലാന്റ് എ ലോട്ട് ഓഫ് ട്രീസ് വിൽ അബ്സർവ് ട്രീസ് അബ്സർവ് എ ലോട്ട് ഓഫ് സൗണ്ട്. പക്ഷെ ഒരു ട്രീ അല്ല, ലൈക്ക് വി ഷുഡ് ഹാവ് എ ഡെൻസ് എമൗണ്ട് ഓഫ് ട്രീസ് അബ്സർവ് സൗണ്ട്. ട്രീസ് ക്യാൻ അബ്സോർവ് സൗണ്ട്. സോ അതൊരു ഈവൻ അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള, നമുക്കും എർത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് സൗണ്ട് പൊല്യൂഷൻ കൺട്രോളിംഗ് ആണ് പ്ലാന്റിങ് എ ലോട്ട് ഓഫ് ട്രീസ്. കാരണം ട്രീസിന്
സൗണ്ടിനെ അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ജനറൽ പബ്ലിക്കിൽ നമുക്ക് നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ, അതായത് നോയ്സ് പൊല്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിവെന്റീവ് മെഷേഴ്സ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്നുകൂടി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പഠിച്ചതെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചത് സൗണ്ട് പ്രൊപ്പഗേഷൻ ആണ്. എങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സൗണ്ട് പ്രൊപ്പഗേഷൻ. സോ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്താണ്? സൗണ്ട് ഷുഡ് ഹാവ് എ മീഡിയം അല്ലേ? മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിത്തൗട്ട് മീഡിയം, അതായത് മീഡിയം ഇല്ല, വാക്വം ആണ് എന്നുണ്ടെങ്കിൽ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇൻ സ്പേസ് സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ സ്പേസ്. അതിന്റെ റീസൺ എന്താണ്? സ്പേസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എയർ. സ്പേസ് എന്ന് പറയുന്നത് വാക്വം ആണ്. സോ അവിടെ സൗണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ സ്പേസ്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ലൈക്ക് ഹൗ ഡു വി സെൻസ് സൗണ്ട്? സെൻസിങ് സൗണ്ട് അല്ലെങ്കിൽ സെൻസ് ഓഫ് ഹിയറിംഗ് അല്ലേ? നമ്മൾ ഇയറിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം കണ്ടു, ആൻഡ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇയർ നമ്മൾ കണ്ടു, ആൻഡ് ഹൗ സൗണ്ട് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ഇയർ. അതായത് സൗണ്ട് പ്രൊപ്പഗേഷൻ ഇൻ ഇയർ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്? സൗണ്ട് സെൻസിങ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. സോ എങ്ങനെയാണ് നമ്മൾ സൗണ്ട് സെൻസ് ചെയ്യുന്നത്? ലൈക്ക് ഇയറിൽ നമുക്ക് സൗണ്ട് വേവ്സ് എത്തുന്നു, ഇറ്റ് വിൽ റീച്ച് എവിടെ എത്തും? ഇറ്റ് വിൽ റീച്ച് നമ്മുടെ ഇയർ ഡ്രമ്മിലെത്തും. സോ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യും. ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇയർ ഡ്രമ്മിന് ചേർന്നിരിക്കുന്ന സെറ്റ് ഓഫ് മസിൽസ് വൈബ്രേറ്റ് ചെയ്യും. ആ മസ്കുലർ വൈബ്രേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ടു കൊക്ലിയൽ വൈബ്രേഷൻ. കൊക്ലിയ എന്ന് പറയുന്ന ഓർഗൻ വൈബ്രേറ്റ് ചെയ്യും. സോ കൊക്ലിയക്കകത്ത് എന്തുണ്ട്? നെർവ് സെൽ ഉണ്ട്. സോ ത്രൂ നെർവ്സ് നമുക്ക് ബ്രെയിനിൽ ഇൻഫോർമേഷൻ കിട്ടും. ഓക്കെ, ദിസ് ഈസ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് ആണ്. അങ്ങനെയാണ് നമ്മൾ സൗണ്ടിനെ നമ്മൾ സെൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടതാണ് ലൈക്ക് നോയ്സ് പൊല്യൂഷൻ എന്നുള്ളത്. നോയ്സ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അൺപ്ലസന്റ് ഫോം ഓഫ് സൗണ്ട് അല്ലേ? നമുക്ക് കേൾക്കാൻ സുഖമില്ലാത്ത ഒരു ഫോം ഓഫ് സൗണ്ടിനാണ് നോയ്സ് എന്ന് പറയുന്നത്. സോ നോയ്സ് പൊല്യൂഷൻ ആൻഡ് പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ്. നമുക്ക് നോയ്സ് പൊല്യൂഷൻ, ജനറൽ പബ്ലിക്കിൽ ഉണ്ടാവുന്ന നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ കണ്ടു. ആൻഡ് ദെൻ നമ്മൾ സൗണ്ടിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. വൺ ഈസ് ഇൻഫ്രാസോണിക്കും, അനദർ വൺ ഈസ് അൾട്രാസോണിക് സൗണ്ട് അല്ലേ? അൾട്രാസോണിക്. സോ അതുപോലെ നമ്മൾ കണ്ടതാണ് ദിസ് വൺ ഡിപ്പെൻഡ്സ് ഓൺ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി. നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഓഡിബിലിറ്റി ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു സെർട്ടൈൻ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 20 Hz to 20,000 Hz അല്ലേ? സോ ഹ്യൂമൻ ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത് 20 Hz to 20,000 Hz ആണ്. സോ ലെസ് ദാൻ 20 Hz ഉള്ള സൗണ്ടിന് നമ്മൾ ഇൻഫ്രാസോണിക് എന്നും, ഗ്രേറ്റർ ദാൻ 20,000 Hz ഫ്രീക്വൻസി ഉള്ള സൗണ്ടിന് നമ്മൾ അൾട്രാസോണിക് എന്ന് പറയും. പിന്നെ നമ്മൾ യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് നമ്മൾ കണ്ടു അല്ലേ? അൾട്രാസോണിക് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന എവിടെയാണ്? സോണർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ അൾട്രാസോണിക് സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് യൂസേജും ആപ്ലിക്കേഷൻസും ഉള്ള ഒരു ഫീൽഡ്. ലൈക്ക് വി യൂസ് അൾട്രാസോണിക് സൗണ്ട്. നമ്മൾ അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ട് മെഡിക്കൽ ഫീൽഡിന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ECG, അതുപോലെ നോർമൽ സ്കാനിങ് ഒക്കെ എക്സാമ്പിൾസ് ഓഫ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. Manorama Horizon. Learning made simple.